നാരായണ എന്നാണ് പറയുന്നത്. വിശ്വാസത്തിൽ പച്ചവെള്ളം കഴിച്ചാലും വിശ്വാസം, ഏതിനും വിശ്വാസം വേണം. പങ്ക് കച്ചവടത്തിന് വിശ്വാസം വേണ്ടേ? കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് വിശ്വാസം വേണ്ടേ? ഇല്ലേ? അപ്പൊ ഏതിനും വിശ്വാസമാണ്. സ്നേഹിതന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം വേണ്ടേ? സഹോദരങ്ങൾ തമ്മിൽ വിശ്വാസം ഉണ്ടായിരിക്കണ്ടേ? അപ്പം വിശ്വാസമാണല്ല. വേദനയുള്ള ഭാഗത്ത് ഒരു 10 തുള്ളി തൈലമെടുത്ത് പോരുണ്ട്. ആയുർവേദം ആയുഷിന്റെ വേദമാണ് പ്രിയമുള്ളവരെ. മരുന്നൊരിക്കലും കളവ് പറയത്തില്ല. മരുന്നുണ്ടാക്കുന്നവനാ കള്ളൻ, കൂടുതൽ ലാഭത്തിന് വേണ്ടി. എനിക്കറിയാം, 10 കിലോ തൈലത്തിന് 1 ലിറ്റർ എണ്ണ മതി. 9 ലിറ്റർ വെള്ളം ഒഴിച്ച് തൈലം ഉണ്ടാക്കാൻ എനിക്കറിയാം. മനസ്സിലാക്കണം. വളരെ കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ ഉടനീളം ഞാൻ കൊടുത്തുകൊണ്ടിരുന്നയാളാണ് തൈലം. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ദൂരെയൊന്നും പോകുന്നില്ല. ഈ പരിസരങ്ങളിലുള്ള കച്ചവടം മതി. ഒരു കുടുംബ വൈദ്യനാണ് കേട്ടോ ഒരു ബോട്ടിൽ തൈലം വാങ്ങിച്ചുകൊണ്ട് ഉപയോഗിക്കുക. ആയുർവേദ മരുന്നുകൾ ചേർത്ത് തയ്യാർ ചെയ്തൊരു തൈലം. നടുവേദനക്കാരൊക്കെ ഇങ്ങോട്ട് 10 തുള്ളി എടുത്ത് പുറത്ത്. ചില ആൾക്കാർക്ക് മുടി കൊഴിച്ചില്ല, ഇല്ലേ? ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിന് അമിത ചുളിവുകളാണ്. ആൾക്ക് 40 വയസ്സേ ഉള്ളൂ, പക്ഷേ 75-കാരൻ്റെ പടുക്കയാണ്. പിന്നെ അകാല നര. ഈ തൈലമൊക്കെ തലേ തേച്ച് കുളിക്കുക. കയ്യോന്നി, പൂവാങ്കുറുന്നൽ, മുയൽച്ചിവിൻ, തുളസി, തുമ്പയൊക്കെ ചേർക്കുന്നതാണ്. പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ വീട്ടിൽ എണ്ണം മുറുക്കാറില്ലേ? എന്താ ഉപയോഗിക്കുന്നത്? കയ്യോന്നി. അതിൻ്റെ പരസ്യം എന്താ കൊടുത്തിരിക്കുക? കയ്യോന്നിക്ക് സംസ്കൃതത്തിൽ പറയും ഭൃംഗരാജ്. ചില ടി വിയിൽ അതിൻ്റെ പരസ്യമുണ്ട്, ഇല്ലേ? എണ്ണയ്ക്ക്, ഓയിൽമെൻറ്റിന്. പിന്നെ എവിടെ കയ്യോന്നി തോട്ടമുള്ളത് എന്ന് പറയാമോ? അതായത് 1905 മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത്. PS വാര്യർ. അദ്ദേഹത്തിൻ്റെ അന്നത്തെ മൂല്യധനം വെറും 950 രൂപയാണ്. ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല. കോട്ടക്കൽ ആര്യവൈദ്യശാല. ഞാനവിടെ ശനിയാഴ്ച മാർക്കറ്റ് ദിവസമാണ്. അവിടെ ഞാൻ കച്ചവടം ചെയ്തിരുന്ന ആളാണ്. മറ്റവരെ വെല്ലുവിളിച്ചൊന്നുമല്ല. വലിയ ആയുർവേദ ആര്യവൈദ്യം എന്നാണ് പറയുന്നത്. ആയുർവേദമല്ല, ആര്യവൈദ്യം. കോട്ടക്കൽ ഇന്ന് കോടിക്കണക്കിന് ആസ്തിയുണ്ട്. ലോകമെമ്പാടുമുണ്ട്. കോളേജുണ്ട്. മരുന്നിൻ്റെ തോട്ടമുണ്ട്. കോട്ടക്കൽ പോയി എന്ന് കഴിഞ്ഞാൽ മരുന്നിൻ്റെ മണവ. അവിടെ മരുന്നുണ്ടാക്കുന്ന പുറകെ കണ്ടവാ. ആ കണ്ടത്തിൽ കൂടെ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്, തോട് പോലെ. ആ വെള്ളം എടുത്തിങ്ങനെ ചുമ്മാ ശ്വസിച്ചാൽ മതി മൂക്കടപ്പ് മാറാൻ. പശു പാലൊക്കെ അവിടെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക. പശുവൊക്കെ ഉണ്ട്. ഇന്ന് കോടിക്കണക്കിന് ആസ്തി തന്നെ. വല്ല സ്വർണ്ണക്കച്ചവടം ചെയ്താണോ? കണ്ടപാടത്തും പറമ്പിലും കിടന്ന ഇലയും തൊലിയും പൂവും കായും തണ്ടും കൊടിയും ചെടിയും വേരുകൾ പുല്ലുകൾ പുഷ്പങ്ങൾ മരുന്നാക്കിയും ലേഹ്യമാക്കിയും ചൂർണമാക്കിയും രസായമാക്കിയും കഷായമായും വിറ്റാണ്. അതാണ് PS വാര്യർ സ്ഥാപിച്ച. പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയനുണ്ടായത് SK വാര്യർ. അദ്ദേഹവും മരിച്ചുപോയി. അതുപോലെ തന്നെയാണ് ഒല്ലൂര്, തൃശ്ശൂരിനിപ്പുറം ഒല്ലൂര്. അവിടുന്ന് ഊരകം പോകുന്ന റൂട്ടിൽ തൈക്കാട്ടുശ്ശേരി എന്ന് പറയും. തൈക്കാട്ടുശ്ശേരി വൈദ്യരക്തം മൂസ്. അദ്ദേഹം മരിച്ചുപോയി. വൈദ്യരക്തമാണ്. ഇവിടേക്ക് ഞാൻ പോയിട്ടുള്ള അതുപോലെ തൃത്താല, പട്ടാമ്പിക്ക് വേറെ കൂറ്റിനാടെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ തൃത്താല പോകുന്ന റൂട്ടിൽ അവിടെയുണ്ട് വലിയൊരു വൈദ്യശാല, KS വൈദ്യശാല. അവിടെ തിരുമൽ ചികിത്സയെല്ലാം ഉണ്ട്. എന്തിനാ കൂടുതൽ പറയുന്നത്? നമ്മുടെ തുരുത്തിയിലുണ്ടല്ലോ, ചങ്ങനാശ്ശേരി ഉണ്ടല്ലോ, ഇല്ലേ? ആയുർവേദ വൈദ്യശാല 100 വർഷത്തിനടുത്തായി. അപ്പൊ ഇതൊക്കെ മരുന്നുകളാണ്. മരുന്നൊരിക്കലും മോശമല്ല. ഇപ്പൊ എല്ലാം ബിസിനസ്സാണ്. ഞാൻ ചോദിച്ചോട്ടെ, TV-യിലും സിനിമയിലും പത്രമാസ്യ പരസ്യമൊക്കെ ഉണ്ട് ഒരേ മരുന്നുകൾ. സർവ്വരോഗത്തിനും മരുന്ന് കിട്ടും. ഏതെങ്കിലും അതിനകത്തൊരു മരുന്ന് ഡോക്ടർ കുറിച്ച് കൊടുക്കുമോ മേടിക്കാൻ? ഏതെങ്കിലും ഒരു മരുന്ന്. 100 കണക്കിന് മരുന്നിൻ്റെ പരസ്യം TV തുറന്നാൽ അതോ ഉള്ളു. സകല രോഗത്തിനും കിട്ടും, ഇല്ലേ? ഏതെങ്കിലും ഒരു മരുന്ന് ഒരു ഡോക്ടർ ഈ പരസ്യം ചെയ്യുന്ന മരുന്ന് കുറിച്ച് കൊടുക്കും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ. ഏതെങ്കിലും ഒരു മരുന്ന്. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അതെല്ലാം എസൻസുകളാണ്. ഞാൻ കുറ്റം പറഞ്ഞല്ലേ. മെന്തോള്, ടൈമോള്, ക്ലവോയിഡ്, ഇതൊക്കെയാണ്. മെസ്റ്റേഡ്, മെത്തൽ സാൽട്രേസ്, ഇങ്ങനെ തുടങ്ങിയ മരുന്നുകളാണ്, മേൽമരുന്നുകൾ. മെന്തോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ നാട്ടിൽ ഇഷ്ടംപോലെ കുരുമുളക് ഇറങ്ങി റൂട്ടിലില്ലേ, കേരളത്തിലില്ലേ? ഇതെല്ലാം കയറിപ്പോകുന്ന ചിക്കനും മട്ടനും ചെറുക്കാനാണ്. ഒരിക്കലും അല്ല. 0.5% പോലുമില്ല. ബാക്കി മെന്തോൾ, പെപ്പർമെൻറ്റ്,
അത് സ്ഫുടം ചെയ്താൽ അതാണ് വിക്സ, റബക്സ്, ടൈഗർ ബാം, അമൃതാഞ്ജനം, അയോഡിച്ച്, ആസ്ട്രോ, പല്ല് തേക്കുന്ന പേസ്റ്റ്, കൂൾ സിഗരറ്റ്, പല ബാമുകളിൽ, അതായത് കൂളിംഗ് ഉള്ളത്, പൊള്ളലും ഒരു തണുപ്പും ഉണ്ടാകുന്നത്, അതാണ് മെന്തോൾ. പിന്നെ ചേർക്കുന്ന ടൈമോൾ. ടൈമോൾ എന്ന് പറയുന്നത് എന്താണ്? ടൈമോൾ അയമോദകത്തിൻ്റെ സത്താണ്. ക്ലവ് ഓയിലോ, ഗ്രാമ്പിൻ്റെ എസൻസ്, ലെമൺ ഗ്രാസ് ഓയിലോ, പുൽത്തൈലം വാറ്റിയെടുക്കുന്നത് ഇല്ലേ? അങ്ങനെ ഓരോ മരുന്നിന് എസൻസ് ഉണ്ട്. അതുപോലെ വെളുത്തുള്ളി, ലോകത്തിലെ ഏറ്റവും വലിയ മരുന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ നിന്ന് എടുക്കുന്നതാണ് മസ്റ്റേഡ്. ചില ആദിവാസികളാകുമ്പോൾ കൂടെ നമ്മൾ ബുക്കി വാസനയ്ക്ക് അങ്ങ് കയറും മസ്റ്റേഡ്. അതുപോലെ മെത്തൽ സാൾട്ടേഷൻ, തർപ്പം തൈലമില്ലേ, ഗോൽക്കറ്റിൻ്റെ തൂത്ത് പൗഡർ, അതിനകത്തൊരു മണമുണ്ടല്ലോ, അട്ട മണം. 1 ലിറ്റർ 150 രൂപയേ ഉള്ളൂ. ഹോൾസെയിൽ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും ഈ സാധനങ്ങളെല്ലാം. അതുപോലെ തന്നെ കാന്തലക്ഷി കമ്പനിയുടെ ഒരു ഗുളിക ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തിക്കളഞ്ഞ്, ഫാറഗോലാക്സ്. പല മന്ത്രവാദികളും അത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് പൊടിച്ചെടുത്തിട്ട് ഇച്ചിരി ചുണ്ണാമ്പുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പോലെ വരും. അതുപോലെ ചില മന്ത്രവാദികളെ അയക്കാണ്ട് തീ ഇല്ലാതെ തീ ഉണ്ടാകുന്നത്. അതെന്താണ്? അത് ഗ്ലിസറിനും പൊട്ടാസ്യം പ്രമായിരിക്കും, രണ്ട് കൂട്ടിമുട്ടിയാൽ തീ ഉണ്ടാകും. അങ്ങനെ മരുന്നുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. എല്ലാം ഒറ്റമൂലി മരുന്നുകളാണ്. ഇലവർഗ്ഗങ്ങളും അങ്ങാടി മരുന്നുകളും ചേർത്ത് തയ്യാറ് ചെയ്തൊരു തൈലം. ഇനി ആർക്കെങ്കിലും പരിപാടി നടത്തിയാണ് ഒരു 6 കുപ്പി തൈലം കൂടുണ്ട്. ബുധനാഴ്ച ഇവിടെ വരുന്നുണ്ട്.